ഇപ്പൊ ബോധിയെയും താനുവിനെയും പിരിച്ച് വേറെ വേറെ ക്ലാസ്സിലാക്കിയത് കൊണ്ട് തന്നെ താനുവും ലഞ്ച് ടൈമിൽ ബോധിയുടെ അടുത്ത് സംസാരിക്കാൻ വന്നത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താ എന്നോട് സംസാരിക്കാത്തത് എന്ന് ചോദിച്ചതിന് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്റെ അച്ഛനും അമ്മക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് എന്റെ അമ്മയും ഇനി നിന്നോട് സംസാരിച്ചാൽ എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ നിന്നോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് എണീച്ചു പോയി. ഇപ്പൊ ഇവന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീറോക്കും ഹീറോയിന്റെയും കല്യാണമാണ്. നെറ്റിയിൽ സിന്ദൂരം വരച്ചു. ഇനി നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബോധിയും അമ്മയുടെ റൂമിലേക്ക് പോയിട്ട് സിന്ദൂരം കുറച്ച് പേപ്പറിൽ എടുത്തു. സ്കൂളിലേക്ക് പോയതും താനുവിനെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ ക്ലാസ്സിൽ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇവൻ എടുത്തോണ്ട് വന്ന സിന്ദൂരം കാണിച്ചു കൊടുത്തു. അതും ആ സ്പൈ ചെറുക്കം കണ്ട് ഓടിപ്പോയി സ്റ്റാഫ് റൂമിൽ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ താനുവും തിരിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവൻ എടുത്തു വന്ന സിന്ദൂരം അവളുടെ മുഖത്തെല്ലാം വാരി തേച്ചിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ അവളുടെ മുഖം കഴുകി കൊടുത്തു. ബോധിയെ ഒറ്റക്ക് വിളിച്ചു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാനും താനുവും കല്യാണം കഴിച്ചു, ഞങ്ങളെ ഇനി ആർക്കും പിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരേ ക്ലാസ്സിൽ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചതും ഇന്നലെ എന്റെ അമ്മ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ടു എന്ന് പറഞ്ഞു. ഓ, നിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ നിനക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ ക്യാഷ് ഉണ്ടാക്കണം, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുക്കണം, അവൾക്ക് പുതിയൊരു വീട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിനവനും ഞാൻ ജോലി ചെയ്യാൻ മാത്രമുള്ള വലിപ്പമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നീ കല്യാണം കഴിക്കാനൊന്നും വളർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഈ കല്യാണം ഇപ്പൊ ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കാര്യം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ കേട്ട് ടീച്ചർക്ക് ചിരി വരുന്നുണ്ട്. ഇപ്പൊ ഈ പയ്യന്റെ പാരന്റ്സിനോട് മാത്രം കോൾ ചെയ്ത് അടുത്ത ദിവസം വരാൻ പറഞ്ഞിരുന്നു. ഈ പെണ്ണിന്റെ പാരന്റ്സ് അറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന് പേടിച്ച് പറഞ്ഞിരുന്നില്ല. എന്നാൽ ആ സ്പൈ ചെറുക്കനോ അവന്റെ അമ്മയോട് പറഞ്ഞു. അവളും താനുവിന്റെ അമ്മക്ക് കോൾ ചെയ്ത് നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ട് അടുത്ത ദിവസം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ CCTV കാണിക്കാൻ പറഞ്ഞു. അത് കണ്ട് രണ്ട് ഫാമിലിയും തമ്മിൽ തല്ലാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയാൽ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബോധി നിലത്ത് വീണു. കാൽമുട്ടിന്റെ തൊലി പോയി. അതേ ടൈമിൽ ബോധി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും, അതിന് നീ എന്താ കരയുന്നത്, കരയില്ലേ എന്ന് പറഞ്ഞ് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പിള്ളേരെ അന്വേഷിച്ചു വന്ന പാരന്റ്സ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തെറ്റായ ഇന്റൻഷനിൽ ചെയ്യുന്നതല്ല, കുട്ടികളുടെ പ്യുവറായ സ്നേഹത്തിൽ ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. കുട്ടികൾ തമ്മിലുള്ള സ്നേഹം കണ്ടില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാൾ അവരെ കാണിച്ചു കൊടുത്തു. ആർട്സ് ഡേക്കും ബോധിയും താനുവിന്റെ അമ്മയുടെ അടുത്ത് ഇനി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ ഓക്കെ എന്ന് പറഞ്ഞത് കേട്ട് ആ സന്തോഷത്തിൽ അവരുടെ കവിളിലും അവൻ ഒരു ഉമ്മ കൊടുത്തു.